1-ാം നൂറ്റാണ്ടിൽ റോമാക്കാർ അന്നത്തെ ലോകത്തെ ഭരിക്കുമ്പോൾ അടിത്തട്ടിൽ നിന്നും ഒരു വിമത സാംസ്കാരിക പ്രസ്ഥാനം സാമ്രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്ത് രൂപം കൊണ്ടു. അതെ, യഹൂദ ജനതയ്ക്കിടയിലാണ് ഇത് ആരംഭിച്ചത്. അവർ നൂറ്റാണ്ടുകളായി അന്ന് അറിയപ്പെട്ടിരുന്ന ലോകമെമ്പാടും ചിതറപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർ എവിടെ താമസിച്ചാലും ഏത് ഭാഷ സംസാരിച്ചാലും ഏകസത്യ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട അബ്രഹാമിന്റെ കുടുംബമെന്ന നിലയിൽ അവർ തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തി പോന്നു. എല്ലാ വർഷവും അവർ വിശുദ്ധ ഉത്സവങ്ങൾക്കായി യെരുശലേമിലേക്ക് പോകുമായിരുന്നു. ഇവയിലൊന്നായ പെന്തക്കോസ്ത് പെരുന്നാളിൽ ആ സന്ദർശകർ അവരവരുടെ പ്രാദേശിക ഭാഷകളിൽ ഒരു വിധത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം യഹൂദന്മാരെ കണ്ടുമുട്ടി. അതെ, റോമാക്കാർ വധിച്ചതായ യേശു എന്ന മനുഷ്യനെക്കുറിച്ചുള്ള കഥകൾ അവർ പറയുകയായിരുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും ഇപ്പോൾ ഇസ്രായേലിന്റെയും മുഴു ലോകത്തിന്റെയും യഥാർത്ഥ രാജാവായി ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നും അവർ അവകാശപ്പെട്ടു. ഈ യേശു ഇപ്പോൾ തന്റെ സമാനമില്ലാത്ത മൂല്യങ്ങൾ സ്വീകരിച്ച് ദൈവരാജ്യം എന്നറിയപ്പെട്ട അവന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ ആളുകളെ വിളിക്കുന്നു. ആയിരക്കണക്കിന് യഹൂദന്മാർ യെരുശലേമിൽ താമസിച്ച് ആ പ്രസ്ഥാനത്തിൽ ചേരാൻ തീരുമാനിച്ചു. അത് വലിപ്പത്തിലും സ്വാധീനത്തിലും വളർന്നു, ആളുകളുടെ പ്രീതി നേടി. എന്നാൽ യെരുശലേം ദേവാലയത്തിലെ നേതാക്കന്മാർ അംഗീകരിച്ചില്ല. ഈ കാര്യങ്ങൾ നിമിത്തം അപകടകാരിയായ ഒരു മതവിഭാഗമായിട്ടാണ് അവർ അതിനെ കണ്ടത്. അതിലെ നേതാക്കളിൽ ഒരാളായ സ്റ്റെഫാനോസിനെ വധിക്കുക പോലും ചെയ്തു. അന്ന് യെരുശലേമിൽ പാർക്കുന്നത് സുരക്ഷിതമല്ലാതായപ്പോൾ അനുയായികളിൽ ഭൂരിഭാഗവും യഹൂദ്യ എന്ന പുറം നാട്ടിലേക്ക് ഓടിപ്പോയി. കഥയുടെ അവസാനമാണിതെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദുരന്തം യെരുശലേമിന് പുറത്ത് പ്രസ്ഥാനം വ്യാപിക്കുന്നതിന് ഒരു കാരണമായി മാറി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ 2-ാം ഭാഗം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ചിതറിപ്പോയ അനുയായികൾ അവരുടെ പഴയ വൈരികൾ താമസിക്കുന്ന ശമരിയ പോലുള്ള പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ എത്തിച്ചേരുന്നു. അതെ, എല്ലാ തരത്തിലുമുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് ലൂക്കോസ് നമുക്ക് കാണിച്ചു തരുന്നു. ശമരിയിൽ നിന്നുള്ള ഒരു മന്ത്രവാദിയെപ്പോലെ യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത് അധികാരം നേടുന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതിനായി അത് ഉപേക്ഷിക്കുന്നതാണ് എന്ന് അവൻ മനസ്സിലാക്കി. എത്യോപ്യക്കാരനായ ഒരു പ്രതിനിധിയെക്കുറിച്ചും ഒരു കഥയുണ്ട്. അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ ചുരുൾ ഫിലിപ്പോസുമായി ചർച്ച ചെയ്ത ശേഷം ഈ പ്രസ്ഥാനത്തിൽ ചേരാൻ തീരുമാനിക്കുന്നു. അതെ, താൻ പറഞ്ഞതുപോലെ യേശു തന്റെ പ്രസ്ഥാനം യഹൂദ്യയിലേക്കും ശമരിയിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഇത് ഗംഭീരമാണല്ലോ. എന്നാൽ യെരുശലേമിൽ നാം തർസോസുകാരനായ ശൗലിനെ കണ്ടുമുട്ടുന്നു. പുതിയ പ്രസ്ഥാനത്തെ എതിർക്കുന്ന ഒരു വിശേഷ മതവിഭാഗത്തിന്റെ ഭാഗമായ അദ്ദേഹം യേശുവിന്റെ അനുയായികളെ തനിക്ക് കഴിയുന്നിടത്തെല്ലാം കണ്ടെത്തുകയും ബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇയാൾ ക്രൂരനായ ഒരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കുക. മുൻകാലങ്ങളിൽ ഇസ്രായേൽ അന്യദൈവങ്ങളിലേക്കും കള്ളപ്രവാചകന്മാരിലേക്കും തിരിഞ്ഞ് ദുരന്തത്തിലേക്ക് പോയി. ഈ ആളുകളെ ഒഴിവാക്കുന്നതിലൂടെ താൻ ഇസ്രായേലിനെയും ദൈവത്തിന്റെ മഹിമയെയും സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ പ്രസ്ഥാനം വടക്കോട്ട് ദമസ്കോസിലേക്ക് വ്യാപിച്ചതായി ശൗൽ കേട്ടിട്ട് യേശുവിന്റെ കൂടുതൽ അനുയായികളെ കണ്ടെത്തി ബന്ധിക്കുവാൻ വേണ്ടി അദ്ദേഹം അവിടേക്ക് പുറപ്പെടുന്നു. യാത്രാമധ്യേ ശൗൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തന്നെ പെട്ടെന്ന് കണ്ടുമുട്ടുന്നു. തനിക്കെതിരെ എന്തിനാണ് പൊരുതുന്നതെന്ന് യേശു ശൗലിനോട് ചോദിക്കുന്നു. തുടർന്ന് ഇസ്രായേലിനും രാഷ്ട്രങ്ങൾക്കും ഇനി തന്റെ പ്രതിനിധിയായിരിക്കുവാൻ യേശു ശൗലിനെ നിയോഗിക്കുന്നു. ശൗൽ സ്തംഭിച്ചു മൂകനായി നിന്നു. അങ്ങനെ അവൻ ദമസ്കോസിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുകയാണ്. ഇത് ആരും അത്ര പ്രതീക്ഷിച്ചില്ല. തീർച്ചയായും അടുത്തതായി നടന്ന സംഭവത്തിനും ഇത് ബാധകമാണ്. തുറമുഖ നഗരമായ കൈസരിയയിൽ കൊർന്നല്യോസ് എന്ന ഒരു റോമൻ ശതാധിപതിയുണ്ടായിരുന്നു. റോമൻ അധിനിവേശത്തെക്കുറിച്ച് യഹൂദ ജനത വെറുക്കുന്നതെല്ലാം അവന്റെ ഉദ്യോഗത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി പത്രോസ് എന്നു പേരുള്ള ഒരാളെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പത്രോസ് വന്ന് കൊർന്നല്യോസും സുഹൃത്തുക്കളും കുടുംബവുമെല്ലാം കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒത്തുകൂടിയതായി കാണുന്നു. അതെ, ഇത് അപമാനകരമാണ്. ആചാരപരമായ അശുദ്ധി ഒഴിവാക്കാൻ യഹൂദന്മാർ യഹൂദേതര ഭവനത്തിൽ പ്രവേശിക്കാറില്ലായിരുന്നു. അപ്പോൾ പത്രോസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയാം. ഇതിന് തൊട്ടുമുൻപ് പത്രോസിന് ഒരു ദർശനം കിട്ടിയിരുന്നു. ദൈവം തന്റെ ജനത്തിന് ഭക്ഷിക്കാൻ വിലക്കപ്പെട്ട മൃഗങ്ങളുടെ ഒരു ശേഖരം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ദൈവം പത്രോസിനോട് ഇവ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇത് പത്രോസിനെ ഞെട്ടിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അശുദ്ധമായതൊന്നും കഴിച്ചിട്ടില്ല. ദൈവം മറുപടിയായി, ഞാൻ നിർമ്മലമാക്കിയതിനെ അശുദ്ധമെന്ന് വിളിക്കരുത്. അതോടെ ആ ദർശനം അവസാനിച്ചു. പത്രോസ് ഒരു പുതിയ ഭക്ഷണശീലം തുടങ്ങാൻ പോവുകയാണോ? അല്ല, അവൻ ഒരു ഇസ്രായേലിനാണ്. ജീവിതകാലം മുഴുവൻ ഈ ആചാരപരമായ ഭക്ഷ്യനിയമങ്ങളെ മാനിച്ചവനാണ്. ആ ദർശനം അശുദ്ധരായ ഇസ്രായേലരല്ലാത്തവരുടെ ഇടയിൽ
നിൽക്കുന്ന ഈ നിമിഷത്തിനു വേണ്ടി അവനെ ഒരുക്കുകയായിരുന്നു. ഈ ആളുകൾ അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ പത്രോസ് അവിടെ തങ്ങുവാൻ തീരുമാനിച്ചുകൊണ്ട് യേശുവിനെക്കുറിച്ച് അവരോട് പറഞ്ഞു. പെന്തക്കോസ്തിൽ ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് പിന്നെയും വെളിപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ അത് ഒരു റോമ ശതാധിപനും യഹൂദരല്ലാത്ത അവന്റെ കുടുംബത്തിനും വേണ്ടിയാണ്. പ്രസ്ഥാനം ശക്തിയോടെ വളർന്നു. അങ്ങനെ യെരുശലേമിൽ തിരിച്ചെത്തിയ പത്രോസ് ഇപ്പോൾ അപ്പോസ്തലന്മാരോട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. വടക്ക് അന്ത്യോക്യ എന്നറിയപ്പെടുന്ന വലിയ വ്യാപാര നഗരത്തിൽ യഹൂദരല്ലാത്ത അനേകർ യേശുവിനെ അനുഗമിക്കുന്നു എന്ന വാർത്തകൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. അതിനാൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അവർ ബർന്നബാസ് എന്നു പേരുള്ള ഒരാളെ അവിടേക്ക് അയക്കുന്നു. അന്ത്യോക്യയിൽ യേശുവിന്റെ പ്രസ്ഥാനം വളരെ ഊർജ്ജസ്വലമായിരിക്കുന്നുവെന്ന് ബർന്നബാസ് കാണുന്നു. അതിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഉണ്ട് എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ബർന്നബാസ് ശൗലിനെ ഒരു വർഷത്തേക്ക് അന്ത്യോക്യയിൽ വന്ന് തന്നോടൊപ്പം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്നു. അവർ അവിടുത്തെ ആളുകൾക്കിടയിൽ താമസിച്ച് അവരെ പഠിപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സാക്ഷിയാകുന്നു. അന്ത്യോക്യയിലെ ഈ സഭ ആദ്യത്തെ അന്തർദേശീയ യേശു സമൂഹമായിരുന്നു. അവിടെയാണ് യേശുവിന്റെ അനുയായികളെ ആദ്യം ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനുള്ളവർ എന്ന് വിളിച്ചത്. അങ്ങനെ യേശുവിന്റെ മാർഗം യെരുശലേമിലെ ഒരു കൂട്ടം മശിഹൈക യഹൂദന്മാരിൽ നിന്ന് ലോകമെമ്പാടും വ്യാപിച്ച് ബഹുവംശീയ യേശു പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. അവരുടെ വിശ്വാസം ഒന്നുതന്നെയായിരുന്നു. എല്ലാ ജനതകളുടെയും രാജാവായ ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചുള്ള സുവാർത്തയായിരുന്നു അതിന്റെ കാതൽ. എന്നാൽ ആ സന്ദേശവും അവരുടെ പുതിയ ജീവിത രീതിയും ചുറ്റുമുള്ള ശരാശരി റോമാ പൗരനെ ആശയക്കുഴപ്പത്തിലും ഭീഷണിയിലുമാക്കി. ഈ പ്രസ്ഥാനം ആഗോളതലത്തിലേക്ക് നീങ്ങുമ്പോൾ, അഥവാ യേശു പറഞ്ഞതുപോലെ ലോകത്തിന്റെ അറ്റത്തോളം എത്തുമ്പോൾ അതിന്റെ ഫലമായുണ്ടാകുന്ന സംഘർഷത്തെക്കുറിച്ചാണ് നാം അടുത്തതായി കാണാൻ പോകുന്നത്.